Hi everyone, welcome back to our YouTube channel, Physics Corner. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന ടോപ്പിക്സിൻ്റെ നോട്ട്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഫോഴ്സസ് പഠിച്ചു. 4 kinds of forces ആണ്: നോർമൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, വെയിറ്റ് ആൻഡ് ടെൻഷൻ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് ന്യൂട്ടൺ ഫസ്റ്റ് ലോ ആണ്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന് ഡെഫിനിഷൻ കൊടുക്കുക. അതിനുശേഷം ഓരോ കേസസും ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അൺബാലൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ തുടരും. അതൊരു ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ അവിടെ കാണിക്കുക എക്സാം പേപ്പറിൽ. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഓൾറെഡി തന്നിട്ടുണ്ട് ഞാൻ. ഫിസിക്സ് ബുക്ക് ഒരു ടേബിളിൽ ഇരിക്കുന്നു, ആ ടേബിൾ അതിന് നോർമൽ ഫോഴ്സ് കൊടുക്കും. അതുപോലെ തന്നെ ഫിസിക്സ് ബുക്കിൻ്റെ വെയിറ്റ് താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇവർ രണ്ടുപേരും ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സാണ്, മീൻസ് അവർ രണ്ടുപേരും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. അതിനും ഒരു ഡയഗ്രാം കൊടുക്കാം. അതുപോലെ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് there is no force ഇല്ല. ഇനി an object in uniform motion stays in അത് പറഞ്ഞു. അതിനുശേഷം an object acted upon by unbalanced force ആക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് ശരിക്കും അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. An object acted upon by a no-net external force has a constant velocity and zero acceleration. അത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ സീറോ ആക്സിലറേഷൻ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം F=ma. ആക്സിലറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ there is no force. ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ there is no acceleration. വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം നമുക്കറിയാം dv/dt, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ. വെലോസിറ്റി ചേഞ്ച് ആകുന്നില്ലെങ്കിൽ there is no acceleration. പിന്നെ നമ്മൾ പറഞ്ഞ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ കേസ് എഴുതുമ്പോഴും ഡയഗ്രാം വരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് =0. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച്, ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല അടുത്ത ചാപ്റ്ററിനെ സംബന്ധിച്ചും നമുക്ക് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ y ആക്സിസ് ആയാലും x ആക്സിസ് ആയാലും രണ്ട് ആക്സിസിലും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. രണ്ട് ആക്സിസിലെ ഫോഴ്സസും നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ന്യൂട്ടൺ ഫസ്റ്റ് ലോയിലെ ബോത്ത് ആക്സിസിലും ഫോഴ്സ് 0 ആയിരിക്കും. ഇനി നമുക്ക് ഡെഫിനിഷൻ, ഈ ന്യൂട്ടൺ ഫസ്റ്റ് ലോനെ കുറിച്ച് എസ് എഴുതാൻ വരുമ്പോൾ നമ്മൾ പ്രത്യേകം എഴുതേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ഇനേർഷ്യനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്ട് ടു റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ന്യൂട്ടൺ ഫസ്റ്റ് ലോ ആയിട്ട് തന്നെ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു ഒബ്ജക്റ്റിൻ്റെ ടെൻഡൻസിയാണ്, ഒരു ബോഡിയുടെ ടെൻഡൻസി, അത് എന്ത് രീതിയിലാണോ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെ തുടരാനുള്ള അതിൻ്റെ ടെൻഡൻസി. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കാനും, മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ ഇരിക്കാനും. നമ്മൾ ന്യൂട്ടൺ ഫസ്റ്റ് ലോയിൽ പറഞ്ഞതും അത് തന്നെയാണ്. അൺബാലൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ അവർ അതേ രീതിയിൽ തന്നെ അവിടെ തുടരും. ഇനി ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമെയിൻ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, റെസ്റ്റിൽ തന്നെ തുടരാനുള്ള ആ ടെൻഡൻസിനെയാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ്സേ കുറച്ചുകൂടി വാലിഡ് ആവും. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എസ്സേയിൽ. അതുപോലെ ഡയഗ്രാംസും ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്, നമ്മൾ ഒരു ബസ്സിൽ നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ യു ഫോൾ ബാക്ക്വേർഡ്, നമ്മൾ ബാക്കിലോട്ടായിരിക്കും. കാരണം നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ, നമ്മുടെ അപ്പർ ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കും. ഇനി നമ്മൾ ഒരു ഫാൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്ലോലി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് റെസ്റ്റിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഓൺ ആക്കുമ്പോൾ അതിൻ്റെ ആ ഫോഴ്സ്, അൺബാലൻസ് ഫോഴ്സ് കിട്ടിയതിന് ശേഷം അത് സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് സ്പീഡാവുന്നു. പിന്നെ വേറൊരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് പുള്ളിങ് എ സിംഗിൾ നോട്ട്ബുക്ക് ഫ്രം ദ ബണ്ടിൽ വിതൗട്ട് ഡിസ്റ്റർബിങ് അതേഴ്സ്. നമ്മളൊരു സിംഗിൾ നോട്ട്ബുക്ക് മുകളിലുള്ള ഒരു ബണ്ടിൽ ഓഫ് സെറ്റ് നോട്ട്ബുക്സിൽ നിന്ന് ഒരു സിംഗിൾ നോട്ട്ബുക്ക് നമ്മൾ എടുക്കുന്നു. അത് വിതൗട്ട് ഡിസ്റ്റർബിങ് അതേഴ്സ്, മറ്റുള്ളവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ. മറ്റുള്ള നോട്ട്ബുക്സ് ഒക്കെ റെസ്റ്റിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന നോട്ട്ബുക്സ് ആണ്. ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനേർഷ്യ ഓഫ് മോഷൻ വായിക്കാം. ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമൈൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. നേരത്തെ ബസ്സിൻ്റെ എഴുതിയത് നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ ഒന്ന് ഫോർവേഡായിട്ട് മൂവ് ചെയ്യും. വി ഫോൾ ഫോർവേഡ്. കാരണം എന്താണ്, നമ്മൾ മോഷനിൽ തന്നെയാണ്, നമ്മുടെ ബോഡി മോഷനിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. ഓക്കെ,
അതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. എക്സാമ്പിൾ ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനിയും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എക്സാമ്പിൾസ് കണ്ടെത്താം. ലോ ഓഫ് ഇനേർഷ്യ. ഈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേർഷ്യ കൂടിയാണ്. ഇനേർഷ്യ എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോഡി മാസ്. ബോഡിയുടെ മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഇനേർഷ്യ. അതൊക്കെ നമ്മൾ ചെറുതായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ എസ്സേക്ക് ഇത്തിരി കൂടി വാലിഡ് ആവാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതുന്നത്. എസ്സേയിൽ കുറച്ചുകൂടി കണ്ടന്റുകൾ ഉൾക്കൊള്ളിക്കാനാണ്. മാർക്ക് ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും. 10 മാർക്കിൻ്റെ എസ്സേ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിൽ എഴുതാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. These are coordinate of axis which we use to describe an object's motion, position or velocity. There are inertial frame of reference and non-inertial frame of reference. Newton's first law works only in inertial frame of reference. Newton's second law inertial frame of reference ൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫ്രെയിം ഓഫ് റെഫറൻസ് ഇൻ വിച്ച് ഒബ്ജക്റ്റ് എക്സിബിറ്റ് ഇനേർഷ്യ. ഇനേർഷ്യ എക്സിബിറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഉള്ള ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനേർഷ്യ കാണിക്കണം. അക്സലറേറ്റിംഗ് ബസ്സിലൊന്നും ഒരിക്കലും ഒരു ഒബ്ജക്റ്റും, ആക്സലറേറ്റിംഗ് ബസ്സിലിരിക്കുന്ന ഒരാൾ ഒരു ഒബ്ജക്റ്റിനെ വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ഒരിക്കലും ഇനേർഷ്യ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് നമുക്ക് എഴുതാനുള്ള പോയിന്റ്സുകളൊക്കെ അത്യാവശ്യം ഇതിൽ തന്നിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് റെഫർ ചെയ്യാം, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫിസിക്സ് ടെക്സ്റ്റ് റെഫർ ചെയ്യാം. ന്യൂട്ടൺ സെക്കൻഡ് ലോയും ഇതേപോലെ തന്നെ എസ്സേ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. The force on an object equals the rate of change its momentum with respect to time. ഓക്കെ, ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഒരു മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, when mass is constant, force equal mass time acceleration. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ma equal to ma. F എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. F is proportional to a. ആക്സലറേഷന് പ്രൊപ്പോർഷണൽ ആണെന്ന്. അപ്പോൾ ഇതിനു മുന്നേ നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഡെഫിനിഷനായിട്ട് പറഞ്ഞ ആ സംഭവമില്ലേ, ഫോഴ്സ് ഓൺ ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം എന്താണ് മൊമെൻറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം ഇതിലേക്ക് തിരിച്ചു വരാം. മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഒബ്ജക്റ്റ് മാസ് ഇൻ മോഷൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ്, മൂവ്മെൻറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മാസിനെയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റം സാധാരണ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് പി എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടാണ്. പി ഈക്വൽ ടു മാസ് ഇൻ മോഷൻ, മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ. അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ മാസ് ഇൻറ്റു ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ്, മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു ഫോഴ്സ് എന്ന് പറയുന്നത്, ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ടൈമിന് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം, ഡി ടി ബൈ ഡി ടി. ഇനി പി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിവിടെ എഴുതി കഴിഞ്ഞു, എം വി. അപ്പോൾ നമുക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഈക്വൽ ടു എം വി. സോ ഡി എം വി ബൈ ഡി ടി. മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ, നമുക്കത് പുറത്തേക്ക് എടുക്കാം. മാസ് F equal to m into dv by dt. ഈ dv by dt എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്സലറേഷൻ. അങ്ങനെയാണ് നമുക്ക് F equal to ma എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇനി നമ്മളോട് പറഞ്ഞു m എന്ന് പറയുന്നത് ഇറ്റ്സ് കോൺസ്റ്റന്റ്. ഇനി ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് വാലിഡ് ആകുന്നത് m കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന കേസുകളിൽ മാത്രമാണ്. m എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അതിനെ നമ്മൾ കിലോഗ്രാം വെച്ചിട്ടാണ് കാണിക്കുന്നത്. നമുക്കറിയാം യൂണിറ്റ് കിലോഗ്രാം ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അറിയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയേണ്ടത് ന്യൂട്ടൺ സെക്കൻഡ് ലോ വാലിഡ് ആയിട്ടിരിക്കുന്നത് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലും അതുപോലെ മാസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന കേസുകളിലുമാണ്. അല്ലാത്ത കേസുകളിൽ ഒരിക്കലും ന്യൂട്ടൺ സെക്കൻഡ് ലോ വാലിഡ് അല്ല. മാസ് കുറയുന്ന കേസുകളിൽ പോലും ഇത് വാലിഡ് ആകുന്നില്ല. മാസ് കൂടുന്ന കേസിലായാലും കുറയുന്ന കേസിലായാലും ഇത് വാലിഡ് ആകില്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തേക്ക് തിരിച്ചു പോവാണ്.
ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. ഈ എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇതിൽ നിന്ന് നമുക്ക് എമ്മിൻ്റെ ഫോർമുലയും എയുടെ ഫോർമുലയും എടുക്കാൻ പറ്റും. മാസ് എന്ന് പറയുന്നത് ശരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെറ്റ് ഫോഴ്സ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ. നെറ്റ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ. ഇപ്പോൾ ഒരു ബോഡിയുടെ ആക്സലറേഷൻ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് കുറഞ്ഞു, ആക്സലറേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ മാസ് കുറയും. ലൈക്ക് ഇത്രയേ ഉള്ളൂ. 2a ആണെങ്കിൽ F/2a ആണെങ്കിൽ മാസ് എന്ന് പറയുന്നത് 1/2 m ആവും. ഓക്കെ, ഇനി ഫോഴ്സിനെ സംബന്ധിച്ച് ഫോഴ്സ് 2F ആയിട്ടുണ്ടെങ്കിൽ ഇരട്ടി ഫോഴ്സ് ആണ് എങ്കിൽ മാസ് 2m ആവും. മാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ബട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ കേസുകൾ പോലെ ഇവിടെ കുറച്ച് കേസുകളാണ് നമ്മൾ തന്നിരിക്കുന്നത്. 0 എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ നമുക്കറിയാം F0 A0 വെലോസിറ്റി കോൺസ്റ്റന്റ്. ഇനി ഇഫ് എ കോൺസ്റ്റന്റ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് F acts on objects in the direction of motion means ഇതൊരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, വെലോസിറ്റി അതിൻ്റെ സ്പീഡ് ഇങ്ങോട്ടാണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ ആക്സലറേഷനും എങ്ങോട്ട് തന്നെയായിരിക്കും? ഇങ്ങോട്ട് തന്നെയായിരിക്കും. ഇങ്ങനെ ഉള്ളൊരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് ഒരു ഒബ്ജക്റ്റ് സാധാരണമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? നമ്മൾ ഫോഴ്സ് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിന് എന്താ സംഭവിക്കുക? അതിൻ്റെ മൂവ്മെൻറ്റ് ഒന്നുകൂടി കൂടും, അതിൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂടും. ദാറ്റ് ഒബ്ജക്റ്റ് സ്പീഡ്സ് അപ്പ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കോൺസ്റ്റന്റ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. കോൺസ്റ്റന്റ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആക്സലറേഷൻ ആയിരിക്കും നമുക്ക് ആക്ട് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ആക്സലറേഷൻ കേസിൽ വരുമ്പോഴുള്ള ഫോർമുലാസ് ഒക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇതേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ട് തന്നെയാണ്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ ആക്സലറേഷനും ഇങ്ങോട്ട് തന്നെയായിരിക്കും. നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുക്കുന്നത് അങ്ങോട്ടായിരിക്കും ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കും, മൂവ്മെൻറ്റിനെ തടയാനുള്ള ഒരു ഫോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മൂവ്മെൻറ്റിനെ തടയാനുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് സ്ലോസ് ഡൗൺ. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു ഒബ്ജക്റ്റ് ഒരു കല്ല് തന്നെ ആയിക്കോട്ടെ, ആ കല്ലൊരു റോപ്പുമായി കെട്ടി നമ്മൾ ആ റോപ്പിനെ സർക്കുലർ മൂവ്മെൻറ്റിൽ മൂവ് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻജൻ്റ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻജൻ്റ് ആയിരിക്കും. പക്ഷേ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാ? ഉള്ളിലോട്ട്, ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് എന്ത്? ആക്സലറേഷൻ. അതാണ് സെൻട്രിപീറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്, അതാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാം. ഇതിൻ്റെ ഡയഗ്രാം നമുക്ക് വരച്ച് കാണിക്കാം. അങ്ങനെ നമുക്ക് പോയിന്റ്സ് കുറച്ചുകൂടി കിട്ടും. ഇനി when we apply constant net external force, ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് രണ്ട് ബോഡിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന് m1, രണ്ട് m2. m1ന്റെ മാസം നമുക്കറിയാം, m2ന്റെ മാസം നമുക്കറിയില്ല. m1ന് a1 എന്ന് പറയുന്ന ഒരു ആക്സലറേഷൻ ആണ് കിട്ടിയത്, m2ന് a2 എന്ന് പറയുന്ന ഒരു ആക്സലറേഷൻ ആണ് കിട്ടിയത്. ഇതിൽ നിന്നും നമുക്ക് m2 കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെ? രണ്ടിൻ്റെയും ഫോഴ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. സോ m1 a1 എന്ന് പറയുന്നത് ഈക്വൽ ടു m2 a2. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യാൻ വരാം അടുത്ത ചാപ്റ്ററിൽ. ഇത് നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു എസ്സേയിൽ നമുക്ക് മെൻഷൻ ചെയ്യാനും പറ്റും. ഇനി 2 മാസസ് എന്ന് പറയുന്നത് 2 മാസസ് നമ്മൾ ടൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നുമില്ല, m1 എന്ന് പറയുന്ന മാസം m2 എന്ന് പറയുന്ന മാസമാണ് നമ്മൾ കൂട്ടിക്കെട്ടിയത്. അങ്ങനെയാണെങ്കിൽ സിംപ്ലി ആ കമ്പോസൈറ്റ് ഒബ്ജക്റ്റിൻ്റെ മാസം എന്ന് പറയുന്നത് m1 + m2 ആയിരിക്കും. മൊമെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് നമുക്ക് എസ്സേയിൽ എഴുതാൻ പറ്റുക. ഇതിന് കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഡയഗ്രാംസ് ഒക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എസ്സേ എഴുതാൻ കഴിയും. ന്യൂട്ടൺസ് തേർഡ് ലോ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിന് മുന്നേ നമ്മുടെ ന്യൂട്ടൺ ഫസ്റ്റ് ലോ എഴുതുമ്പോഴായാലും ന്യൂട്ടൺ സെക്കൻഡ് ലോ എഴുതുമ്പോഴായാലും ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അത് നമുക്ക് രണ്ട് എസ്സേയിലും എഴുതാം. ന്യൂട്ടൺസ് തേർഡ് ലോ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു ഒബ്ജക്റ്റ് എ ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന ഫോഴ്സിൽ ഒരു ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് കൊടുത്തു, അതാണ് ആക്ഷൻ. ഇനി ബി എയിൽ കൊടുക്കുന്ന ഫോഴ്സാണ് റിയാക്ഷൻ. ഇവർ രണ്ട് പേരും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതിന് എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാം, എളുപ്പമാണ്. നമ്മൾ നടക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് താഴേന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് നടക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, നമ്മളെ താങ്ങാൻ ഇപ്പോൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഒരാൾ ഇവിടെ കിടക്കുന്ന ഒരു ബോട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇത് നദിയാണ്. ഇവിടെ കിടക്കുന്ന ഒരു ബോട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ഇയാൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഈ ബോട്ട് ഇവിടെ നിന്ന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇയാൾക്ക് ഇവിടെ കയറാൻ പറ്റില്ല. അത് തന്നെയാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്, ആക്ഷൻ റിയാക്ഷൻ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഫോഴ്സും ഗ്രേറ്റർ ഓർ കുറവായിരിക്കില്ല, ഗ്രേറ്ററോ ആയിരിക്കില്ല ലെസ്സർ ആയിരിക്കില്ല, പക്ഷേ ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നെങ്കിൽ ഈ ബോട്ട് മുകളിലോട്ടായിരിക്കും ഫോഴ്സ് കൊടുക്കുക. ഓക്കെ, നോർമലും വെയിറ്റും പോലെ തന്നെ താഴോട്ടൊരു ഫോഴ്സ് മുകളിലോട്ടൊരു ഫോഴ്സ്, എന്നാൽ അവർ ഈക്വൽ ആയിരിക്കും. പക്ഷേ രണ്ടും ആക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിലായിരിക്കും, രണ്ട് ആക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിലായിരിക്കും. ഓക്കെ, അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോയിൽ മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ന്യൂട്ടൺ തേർഡ് ലോ പൊതുവെ എസ്സേയിൽ വരാറില്ല, എന്നാലും നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് എ ഓൺ ബി എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് എഫ് ബി ഓൺ എ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, സെയിം മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതും മനസ്സിലാക്കണം. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം പറയാം. നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആയാലും ഫസ്റ്റ് ലോ ആയാലും എഴുതുമ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം, കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കണം. കോർഡിനേറ്റ് ആക്സിസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ എഴുതിയാലും മതിയാവും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എം എ എക്സ് എന്നും അതുപോലെ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എം എ വൈ എന്നും നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഇതിനിടയിൽ നമുക്ക് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മാസ് ആൻഡ് വെയിറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാസും വെയിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. മാസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ്, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് കിലോഗ്രാം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് അതൊരു ഫോഴ്സ് ആണ്, ദാറ്റ് എർത്ത് എക്സേർട്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ മേത്ത് ഒരു എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഡബ്ല്യു എന്ന് പറയുന്നത് എം ജി ആണ്, അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. കൂടാതെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പൊതുവെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്കിത് കാണാം, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്കിത് കാണാം. മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എഴുതാൻ കഴിയണം. അത് അപ്പോൾ എഴുതുമ്പോൾ എം എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത് എന്താണ്, അതുകൂടാതെ നമുക്ക് അതിന്റെ യൂണിറ്റ് എഴുതാം. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഫോർമുല എഴുതാം. ഒരിക്കലും അത് മാസ് അല്ല, ഡബ്ല്യു എന്ന് പറയുന്നത് എം ജി ആണ്. അപ്പോൾ ഓരോ ടേംസും എം എന്ന് പറയുന്ന മാസ്, ജി എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എർത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 m/s² ആണ്. ഓക്കെ, 9.8 m/s² ആണ്. പിന്നെ നമുക്ക് എഴുതാൻ കഴിയുന്നത് ഇതിന്റെ യൂണിറ്റ്, വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ സാധാരണ ഫോഴ്സിന്റെ യൂണിറ്റ് തന്നെയാണ് വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, അത് എഴുതാം. പിന്നെ ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എർത്തിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കില്ല മൂണില്. ഓക്കെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ട് വെയിറ്റ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് എഴുതാം. മാസ് മെഷർ ചെയ്യുന്നത് കോമൺ ബാലൻസ് വെച്ചിട്ടാണെങ്കിൽ, കോമൺ ബാലൻസ് വെച്ചിട്ട് നമുക്ക് മാസ് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരിക്കലും നമുക്ക് വെയിറ്റ് കോമൺ ബാലൻസ് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ കഴിയില്ല. അതിന് വേറെ എക്യുപ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇനി നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം
ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഇത്രയേ ഉള്ളൂ, ഒരു ഒബ്ജക്റ്റ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഒബ്ജക്റ്റ്, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് വെയിറ്റ് എന്ന് പറയുന്നത്, ഇതാണ് നോർമൽ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ഒന്നും നമ്മൾ ഈ പറയുന്ന സർഫേസോ അതൊന്നും വരയ്ക്കേണ്ടി വരില്ല. നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഡയഗ്രാം ഏത് ക്വസ്റ്റ്യൻ തന്നാലും വരയ്ക്കണം, ഇതും വരയ്ക്കണം, ഇതിന്റെ കൂടെ വരയ്ക്കേണ്ട ഒരാളാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിനെ ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിൽ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, താഴത്തേക്ക് ഇതിനെ ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, താഴത്തേക്ക് വെയിറ്റ്, നോർമൽ, ഇങ്ങോട്ട് ഫ്രിക്ഷൻ ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെക്കൻഡ് ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം രണ്ടും തുടർച്ചയായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.